ഈ കാണുന്ന കായ്ക്കുള്ളിൽ മുഴുവൻ കായീച്ചകളാണ്. അപ്പോൾ ആ കായീച്ചകളെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റും അതുപോലെ തന്നെ തുളസിയുടെ നീരും കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റും. ഒരു ബോട്ടിലിനുള്ളിൽ തുളസിയുടെ നീര് കുറച്ച് പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അത് ഹാങ് ചെയ്തിട്ടിരുന്നാൽ, നമ്മൾ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിരുന്നാൽ കായീച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്ന് വീണിട്ട് അത് ചത്തു പോകും കേട്ടോ. അപ്പോൾ അത് ഒരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷേ അത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കായീച്ച അങ്ങനെ വരത്തില്ല. ഇതുകൂടെ എടുക്കട്ടെ. ബാക്കിയെല്ലാം നമ്മൾ തോട്ടിയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതും കൂടെ ഉള്ളൂ. ഇത് ഇച്ചിരി കായ്ച്ച കുത്തിയതൊക്കെയാണ് കേട്ടോ, എന്നാലും കുറേ എടുത്ത്. ഇത് വേണ്ട, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയും നല്ല വെയിറ്റാണ്. 2 കായും ഉണ്ട്. അതുപോലെ കുറേ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ പന്തലിട്ടോ ഭയങ്കര പരിചരണങ്ങൾ കൊടുത്തോ ഒന്നും അല്ല ഇത് വളർത്തിയിരിക്കുന്നത് കേട്ടോ. വെറുതെ കിടന്നിങ്ങനെ പൊടിച്ചു. അത് പറങ്ങിമാവിൻ്റെ മേളിലൊക്കെ ആയിട്ട് പടർന്നു കയറി ഇങ്ങനെ കുറേ കായകളുണ്ടായി കേട്ടോ. ശരിക്കും തളർന്നു പോയിട്ടുണ്ട് അതിങ്ങനെ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.